ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. അപ്പോൾ അതാ ഇന്ന് പെയിൻറ്റിങ് ബ്രഷൊക്കെ ആയിട്ടാട്ടോ. അത്യാവശ്യം മഴയൊക്കെ തുറന്നില്ലേ, ഓണമൊക്കെ ആവാറായി, അത്യാവശ്യം വെയിലൊക്കെ ആയി. അപ്പോൾ അതാ മതിലൊക്കെ കുറച്ച് ചെളിയൊക്കെ ആയി. ഇനി വെയിലൊക്കെ തെളിയുമ്പോഴത്തേക്ക് ഫുള്ള് പായലൊക്കെ പിടിക്കും. അപ്പോൾ അന്നേരം പിന്നെ പ്രഷർ പമ്പ് ഉപയോഗിച്ചാൽ കഴുകാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഒരു കോട്ടങ്ങ് അടിച്ചു വിട്ടാലേ എളുപ്പമുണ്ട്, പെട്ടെന്ന് ഉഷിഞ്ഞു പോകാണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. 2 കോട്ടൊക്കെ അടിക്കേണ്ട വരും. അപ്പോൾ അതാ ഇനി അങ്ങ് അടിച്ചു കൊടുത്താൽ നീറ്റായിക്കോളും. നമുക്ക് ഓണമൊക്കെ ആവാറാവുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ വിറ്റയും പരിസരമൊക്കെ വെനിയായി കിടക്കുകയും ചെയ്തോളും. എനിക്ക് അടിക്കണം വൈറ്റ് സിമെൻ്റ് ആട്ടോ. പലരും എന്നോട് ഞാൻ പെയിൻ്റ് അടിക്കണം എന്നിട്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ വെള്ളം കൂട്ടണ പ്രപ്പോർഷനൊക്കെ എങ്ങനെയാണ് ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നേ. പിന്നെ അതങ്ങ് അത്യാവശ്യം കൂട്ടി നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഇതിനെ സ്യൂട്ട് അല്ലാണ്ടാവുമ്പോൾ ഇത് പിടിക്കാണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം. അപ്പം വെള്ളം കൂട്ടേണ്ടതായിട്ട് ആണെങ്കിൽ കൂട്ടാനും, അല്ലെങ്കിൽ ഇച്ചിരൂടെ നമ്മുടെ വൈറ്റ് സിമെൻറ്റ് ചേർക്കാനും, പെയിൻ്റ് ആണെങ്കിലും അതെ, പെയിൻറ്റിൽ എങ്ങനെയാണ് വെള്ളം ഒഴിക്കേണ്ടതെന്നൊക്കെ നമുക്കത് കുറച്ചങ്ങ് അടിച്ച് കഴിയുമ്പോഴേ ആ ട്രിക്ക് നമുക്കങ്ങ് പിടികിട്ടും. അല്ലാണ്ട് ആരും ഇത്രയെന്ന് പറഞ്ഞു തന്നാൽ നമുക്കത് മനസ്സിലാവില്ല. നല്ല ചൂടുണ്ട്. വെയിൽ ഒത്തിരി വലിയ തെളിവൊന്നും ഇല്ലെങ്കിലും ഇരിക്കുമ്പോൾ നല്ല ചൂടാണ്. ഇന്ന് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് എന്നോട് വഴക്കുണ്ടാക്കും. ഇങ്ങനത്തെ പണിയൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് പേടിയാണ്, അവൻ്റെ കയ്യിൽ കൊടുത്താലേ കണ്ണിലൊക്കെ പോയാൽ ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഇതൊക്കെ അലർജിയും കാര്യങ്ങളും, പിള്ളേരൊക്കെ ആകുമ്പോൾ അലർജിയും കാര്യങ്ങളൊക്കെ വരും, ഇതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ. സ്കൂൾ അടയ്ക്കാറായില്ലേ, അപ്പോൾ അതിന് മുമ്പ് പെട്ടെന്ന് ഓണം ആവാറായി. അതുപോലെ തന്നെ പാഴി പതിയെ കയറി തുടങ്ങി. അപ്പോൾ അതെല്ലാം അതിന് മുമ്പ് എല്ലാം ഒന്ന് തീർക്കുകയാണെങ്കിൽ ഇതെല്ലാ രീതിയിലും എനിക്ക് സേവ് ആവാം. അപ്പോൾ ആ പോർഷൻ അങ്ങനെ തീർന്നു കേട്ടോ. ഈ ചട്ടിയൊക്കെ മാറ്റി വെക്കേണ്ടി വരുമ്പോൾ ഇത്തിരി ഒരു താമസം വരും. കണ്ടോ, ഇവിടെ മണ്ണൊക്കെ ഉണ്ട്. ആ മണ്ണൊക്കെ അല്ലേ അങ്ങ് മാറ്റി കളഞ്ഞിട്ട് വേണേ ഇതൊക്കെ അടിക്കാൻ. അപ്പോൾ കുറച്ച് ലാഗിങ് വരും, അല്ലെങ്കിൽ അങ്ങ് അടിച്ചു വിട്ടാൽ മതി. കുറച്ച് നാളുകളായോണ്ടേ പെയിൻ്റ് അടിച്ചിട്ട് കുറച്ച് നാളൊക്കെ ആയില്ലേ, അതുകൊണ്ട് കൈക്കൊക്കെ അങ്ങനെ അടിക്കുമ്പോൾ വേദനയുണ്ട്. ഒത്തിരി ഒന്ന് അടിച്ചായാൽ പിന്നെ കുഴപ്പമില്ല. ഒരു കോട്ട് അടിച്ചിട്ട് ഇൻകേസ് കളറില്ലെങ്കിൽ ഒരു കോട്ടും കൂടി അടിക്കണം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻസ്റ്റയിലും FBയിലൊക്കെ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഈ പോർഷൻ ഇത്ര ഒന്ന് അവിടെ തൊട്ട് ഇങ്ങനെ കവർ ചെയ്തു കേട്ടോ. ഇവിടെ ഞാൻ എടുത്തത് തീരുകയും ചെയ്തു. ഇനി ഇത് കളറില്ലെങ്കിൽ ഒരു കോട്ടും കൊണ്ട് അടിക്കാം. ഞാൻ അപ്പുറം സൈഡ് അടിക്കാനുണ്ട്, കൂട്ടിക്കൊണ്ട് വരട്ടെ. ഈ സൈഡും കൂടെ ഒന്ന് അടിക്കുമ്പോഴത്തേക്ക് ആ സൈഡ് ഉണങ്ങി വന്നോളും. ഇതിനൊക്കെ ചൂടുണ്ട് കേട്ടോ. ഒത്തിരി വലിയ തെളിവൊന്നുമില്ല, എന്നാലും നല്ല ചൂട് പൊള്ളണം. വെയിലത്ത് കണ്ടിന്യൂസ് ഇരിക്കണമെന്നേ. ഇത് വെയിൽ പോണതിന് മുമ്പ് തന്നാലല്ലേ ഉണങ്ങി കിട്ടുള്ളൂ. അതിന് വേണ്ടി തീർക്കാനുള്ള അത്രപ്പാടില്ല ഞാൻ. മതിൽ 2 സൈഡൊക്കെ അടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ചട്ടിയൊക്കെ അഴുക്കായിട്ടായിരിക്കണേ, അപ്പോൾ ചട്ടിക്കും കൂടെ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചു കൊടുക്കാം. കളർഫുള്ളാട്ടോ, ബാലൻസ് ഇരിക്കുന്ന കളറൊക്കെയാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ഇത് ഉണങ്ങിയിട്ടേ കയറ്റി വയ്ക്കത്തുള്ളൂ.
സിമെൻറ്റ് കട്ടി ആയുള്ള നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പ് എൻ്റെ പണിയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ കേട്ടോ. ഓക്കെ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ.